പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതികളുടെ പരോളിൽ ഗുരുതര ചട്ടലംഘനം. ലോക്കൽ പോലീസിന്റെയോ ജില്ലാ പ്രൊബേഷൻ ഓഫീസറുടെയോ റിപ്പോർട്ട് തേടാതെയാണ് ജയിൽ വകുപ്പ് നേരിട്ട് പ്രതികൾക്ക് പരോൾ അനുവദിച്ചത്. ഹൈക്കോടതി ഉത്തരവിലുള്ളത് പരോൾ വ്യവസ്ഥയിലെ ഇളവ് മാത്രമാണ്. ഉന്നയിച്ച പരാതി ശരിയാണെന്ന് വ്യക്തമായെന്ന് ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ റിപ്പോർട്ടിനോട് പറഞ്ഞു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പരോൾ അനുവദിച്ചുവെന്നായിരുന്നു ജയിൽ വകുപ്പിന്റെ വിശദീകരണം. എന്നാൽ പ്രതികൾക്ക് വീടുകളിൽ പോകാനായി പരോൾ വ്യവസ്ഥയിൽ ഇളവ് നൽകുന്നത് മാത്രമാണ് കോടതി ഉത്തരവ്. ഇതിലൂടെ 10 പ്രതികൾക്കും പരോൾ അനുവദിച്ചത് ജയിൽ വകുപ്പ് നേരിട്ടാണെന്ന് വ്യക്തമായി. ചട്ടങ്ങൾ ലംഘിച്ചാണ് പരോൾ നൽകിയതെന്ന രക്തസാക്ഷി കുടുംബങ്ങളുടെ പരാതി ശരിവെക്കുന്നതാണ് നിലവിൽ പുറത്തുവന്ന വിവരം. പ്രതികൾ പുറത്തിറങ്ങിയാൽ ഉണ്ടാവുന്ന ക്രമസമാധാന പ്രശ്നം പരിശോധിക്കാനുള്ള ലോക്കൽ പോലീസിന്റെ റിപ്പോർട്ട് ജയിൽ വകുപ്പ് തേടിയിട്ടില്ല. പ്രതികളുടെ വീടുകളിലെത്തി സാഹചര്യം പരിശോധിക്കാൻ ചുമതലയുള്ള ജില്ലാ പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടും ജയിൽ വകുപ്പ് വാങ്ങിയിട്ടില്ല. അപ്പോൾ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ മുൻ സർക്കാരുകൾ, അതായത് ജയിൽ വകുപ്പ് കൃത്യമായും ചട്ടം ലംഘിച്ചുകൊണ്ട് അവരെല്ലാവരും തുറന്നിളക്കിയതാണ്. ഇപ്പോൾ അത് ഏത് മാനദണ്ഡ പ്രകാരമാണ്, എല്ലാം നിയമപ്രകാരമാണോ? കോടതിയിൽ പോകേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ കോടതിയിൽ പോകും, ഇല്ലെങ്കിൽ സർക്കാരിന് നേരിട്ട് അത് പിൻവലിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് സമ്മർദ്ദം ചെലുത്തും. ചട്ടലംഘനം വ്യക്തമായ പശ്ചാത്തലത്തിൽ പ്രതികളുടെ പരോൾ റദ്ദാക്കണമെന്നാണ് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബങ്ങളുടെ ആവശ്യം. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി. റിപ്പോർട്ടർ, കാസർഗോഡ്.